ക്രാബ് മസാലയാണ്. അതിന് 1/2 കിലോ ക്രാബ് ക്ലീൻ ചെയ്ത് അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 1 അവർ വെച്ചിട്ടുള്ളതാണിത്. അതിലേക്ക് പിന്നെ വേണ്ടത് സവാള 2 എണ്ണം നീളത്തിൽ കട്ട് ചെയ്തത്, 2 തക്കാളി, 3 പച്ചമുളക്, കുറച്ച് വേപ്പില, പിന്നെ നല്ല തിക്കുള്ള തേങ്ങാപ്പാൽ, നല്ല കട്ടിയിൽ 1/4 പാൽ തന്നെ എടുക്കണം. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 2.25 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ആദ്യം പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഉണ്ട്. ആദ്യം നമുക്ക് ഈ ക്രാബ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് തന്നെയാണ് മസാല തയ്യാറാക്കുന്നതും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നമുക്ക് മസാല റെഡിയാക്കിയാൽ മതിയാവും. ക്രാബ് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വല്ലാണ്ട് ഫ്രൈ ആയി പോകണ്ട, ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം. ചെറുതായി ഒന്ന് ഫ്രൈ ആയാൽ മതിയാവും. പിന്നെ ക്രാബ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ക്രാബ് വറുത്തരച്ച കറി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയാൽ മതിയാവും, എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് അറിയാത്തവർക്ക്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാലിൻ്റെ ഭാഗം വേണമെങ്കിൽ പൊട്ടിച്ച് മീറ്റ് മാത്രമൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് ഞാൻ ആ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ആദ്യം ജിഞ്ചർ ഗാർലിക് ഇട്ട് നമുക്കൊന്ന് വഴറ്റാം. നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, വേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ക്രാബ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതിയാവും. ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വഴന്ന് വന്നിട്ട് അതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ എരിവിനനുസരിച്ച് ഓരോരുത്തർക്ക് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം കേട്ടോ. എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. പിന്നെ മഞ്ഞൾപ്പൊടി ഒന്ന് റോസ് സ്മെല്ല് പോകുന്ന വരെ ഒന്ന് വഴറ്റുക. ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായി കിട്ടുന്നവരെയും വഴറ്റിയെടുക്കണം. ഇത് അത്യാവശ്യം നല്ല എരിവൊക്കെ ഉള്ളൊരു മസാലയാണ്. അപ്പോൾ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. ഞാൻ കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് 2.25 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കാം. അതിലേക്ക് എടുത്തു വെച്ച പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ക്രാബ് ഇട്ട് മസാല നല്ല പോലെ ഒന്ന് അതിൻ്റെ മുകളിലൊക്കെ ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയുടെ അളവ് കൂടുതലെടുത്താൽ കുറച്ചും കൂടി മസാല നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടാവും. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള മസാല ഉണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊന്ന് വറ്റിച്ചെടുക്കുന്നതല്ല. അപ്പോൾ ക്രാബിൻ്റെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മസാല ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഒഴിക്കാം. അത് തേങ്ങാപ്പാൽ നിങ്ങൾ തേങ്ങയ്ക്കില്ലെങ്കിൽ അതിന് പകരം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ഒരു അര കപ്പ് വെള്ളത്തിൽ ഇളം ചൂട് വെള്ളത്തിൽ ഇട്ട് കലക്കി അത് യൂസ് ചെയ്താലും മതി. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ ക്രാബിൽ നന്നായി പിടിച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്.
മസാലയുടെ മുകളിൽ നെയ്യൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ക്രാബിലൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പെപ്പർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ, അത് നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു നുള്ളു പെപ്പർ പൗഡർ ഇട്ടാൽ മതി. പെപ്പർ ഇടുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കും. മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഈ മസാല കഴിക്കാൻ. പിന്നെ എരിവ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുക ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്രാബ് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധികം വറ്റിക്കാതിരുന്നാൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.